തനൂസ് കിച്ചണിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. കൂടാതെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാല റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വൈകിട്ട് ഒന്ന് പുറത്തു പോയതിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പൊട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അന്നൊരു അവധി ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിച്ചണിലേക്ക് കയറിയത്. കുട്ടികളെല്ലാം നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ പാലും ചായ എല്ലാം റെഡിയാക്കാമല്ലോന്ന് കരുതി. പിന്നെ തലേദിവസത്തെ ദോശമാവുണ്ട്, അതും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കിങ്ങിന് മുന്നേ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടറെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. തലേദിവസം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഉറങ്ങിയതിന് ശേഷം വല്ല പാറ്റയോ പല്ലിയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ ചായ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചായ എല്ലാം റെഡിയാവുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളവും ഒരു ഡേറ്റ്സും കഴിക്കണം. എല്ലാ ദിവസമൊന്നും ഇല്ല, ചില ദിവസങ്ങളിൽ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം പൊട്ടറ്റോ. പിന്നെ ഉള്ളിയും സവാള എല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഉള്ളിയാണോ സവാളയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം സവാളയേക്കാളും ചെറുതാണ്, ഉള്ളിയേക്കാളും വലിപ്പമുണ്ട് താനും. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ സമയത്ത് പാല് റെഡിയായി, പാലെല്ലാം തിളച്ചു വന്നു. ഉരുളക്കിഴങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പെട്ടെന്നെല്ലാം പണികൾ തീർന്നു കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാനും അരയ്ക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കുപ്പിയിലാക്കി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഒരു ഫോർക്ക് കൊണ്ട്. എന്നിട്ടത് മാറ്റി വയ്ക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം വേഗത്തിൽ. ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ പച്ചമുളക്. അതൊന്ന് നടുകിൽ കയറിയിട്ട് കൊടുക്കാം. രണ്ട് കറിവേപ്പിലയും കൂടി റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് താളിക്കാൻ വേണ്ടി ഉഴുന്നും പിന്നെ പൊട്ടുകടല അതും പിന്നെ 2 വറ്റൽമുളകും കടുകുമാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പൊട്ടറ്റോ മസാലക്ക് വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ്. ഓയിൽ ചൂടാകുമ്പം കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ നമ്മൾ പൊട്ടുകടല ഉഴുന്നും വറ്റൽമുളകും കറിവേപ്പില എല്ലാം ചേർത്തിട്ടൊന്ന് താളിച്ചെടുക്കാം ആദ്യം തന്നെ. കട്ട്
ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുത്ത് സവാള എല്ലാം നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം. ഇതിപ്പം 2 മാസത്തോളമായി ഏകദേശം ഞാനത് തയ്യാറാക്കി വെച്ചിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി അധികം ചേർക്കണമെന്നില്ല, ഞാൻ ചെറിയൊരു കളറിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഈ പൊട്ടറ്റോ മസാലയ്ക്ക് ഒരുപാട് എരിവ് എനിക്കിഷ്ടമല്ല, പേഴ്സണലി അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർക്കാം. മസാല എല്ലാം പൊട്ടറ്റോയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടി നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാറുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ ചേർക്കുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ ചേർക്കുന്നത്. ചിലർക്കത് ഇഷ്ടമാവാറില്ല, ആ ഒരു പുളിപ്പ് വരുന്നത് പൊട്ടറ്റോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്. ഇനി അതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് നോക്കാം. എല്ലാം കറക്റ്റാണ്. നമ്മുടെ പൊട്ടറ്റോ മസാല അവിടെ റെഡിയായി. അപ്പം ഞാൻ ഈ ബാക്കി വരുന്ന ഈ ചെറുനാരങ്ങ, ആ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ട് ഇതുപോലെ ഉപ്പിലും വിനാഗിരിയിലും ഒന്ന് ഇട്ട് വെക്കാറുണ്ട്, വെള്ളത്തിലും. അതിനി അച്ചാറിടാനാണ്. അപ്പോൾ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് വൈകാതെ തന്നെ. അപ്പം നമുക്ക് ആ തൊണ്ട് കളയാൻ വേണ്ട, ആ നീര് കിട്ടുകയും ചെയ്യും. പിന്നെ നാരങ്ങയ്ക്ക് നമ്മൾ സാധാരണ മുഴുവനായിട്ട് നാരങ്ങ അച്ചാർ ഇടുന്നത്ര കയ്പും ഉണ്ടാവാറില്ല ഇങ്ങനെ ഇടാൻ നേരത്ത്. ആ സമയത്ത് ഞാൻ കുറച്ച് മക്കൾ എണീക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം പത്രമൊക്കെ വായിച്ചിരുന്നു. അപ്പോൾ മോൻ എണീറ്റ് വന്നിട്ടുണ്ട്, അവനെ റെഡിയാക്കി. ആ സമയം കൊണ്ട് ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് വിരിച്ചിട്ടു. അപ്പോൾ എല്ലാവരും എണീറ്റതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചിടാണെങ്കിൽ നമുക്ക് ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ പരിപാടികളെല്ലാം ഞാൻ ആദ്യം തന്നെ ചെയ്യും. എന്നിട്ട് പിള്ളേരെല്ലാം റെഡിയാക്കി അവർക്കുള്ള ദോശ അതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. നമ്മൾ മസാല നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ എണീറ്റ് വന്നിട്ട് ചൂടോടെ ദോശ ചുട്ടു കൊടുക്കാമെന്ന് കരുതി. ദോശ വേവുന്ന സമയത്ത് അവൻ കണ്ട സ്വപ്നം എന്നോട് പറയാണ്. അവൻ മിക്കവാറും നിഞ്ച ഹട്ടോരിനെ അവൻ കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളേക്ക് ആയിരിക്കും സ്വപ്നം കാണുന്നത്. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് രണ്ടുപേർക്കും ഞാൻ തന്നെയാണ് വീട്ടിൽ നിൽക്കുന്ന ദിവസം വാരി കൊടുക്കാറ്. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ ഞാനും കഴിക്കും. ഞങ്ങൾ 3 പേരുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അതോടെ കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡിനും കൊടുത്തതിന് ശേഷം പാത്രമെല്ലാം കഴുകി വെച്ചു. അപ്പോൾ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ കുടിക്കാനുള്ള വെള്ളം എല്ലാം ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് നമ്മുടെ കിച്ചൺ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൻ ആലിമിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ് ഈ മീനും പിന്നെ കുറച്ച് കിളികളും എല്ലാം. അവന് ഫുഡ് കൊടുക്കുന്ന ഇഷ്ടമാണ് മീനിന്. കുറേയൊക്കെ ചത്തുപോയി.
ചെറിയൊരു ബൗള് ഞങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട് അവന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെല്ലാം ഫുഡ് കൊടുക്കുന്നത് അവനാണ്, അവൻ്റെ ജോലിയാണതെല്ലാം. പിന്നെ രണ്ടുപേരും കൂടി തല്ലുപിടുത്തം പതിവ് പോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവളെ കൊണ്ടുപോയി കളയാനാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കിച്ചണിൽ ഒരു കാർപ്പറ്റ് ഉണ്ട്, അപ്പോൾ അതൊന്ന് കഴുകാന്ന് വെച്ചൊന്ന്. ഞാനിതുപോലെ പുറത്തിട്ട് സോപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കഴുകുന്നത്. പുറത്ത് ടൈലിൽ കൊണ്ടുപോയിട്ടിട്ടാണ് കഴുകാറ്. ഇതുപോലെ ഓസിൽ വെള്ളം അടിച്ചിട്ടാണ്. അപ്പോൾ അവന് ഞാൻ എന്ത് ചെയ്താലും അവൻ എൻ്റെ പുറകെ ഉണ്ടാവും. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ എന്ത് ജോലി ചെയ്താലും അവനും അത് ചെയ്യണം. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇട്ടാൽ ഇത് ഭയങ്കര ലെങ്തി ആയി പോകും നമ്മുടെ ഈ എപ്പിസോഡ്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉച്ചയ്ക്ക് മുട്ട ബിരിയാണിയുടെ പരിപാടികളെല്ലാം ചെയ്യാണ്. പിന്നെ ഒരു മല്ലിയില ചമ്മന്തി ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി. കാര്യം ഞാൻ മുട്ട കഴിക്കില്ല, അപ്പോൾ എനിക്ക് റൈസ് മാത്രമേ ഞാൻ അതിൽ നിന്ന് എടുക്കാറുള്ളൂ. അപ്പോൾ ചമ്മന്തിയും സാലഡുമാണ് എൻ്റെ ഭക്ഷണം ഇന്നത്തെ. സാലഡിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള നന്നാക്കി എടുത്തിട്ടുണ്ട്. തൈരും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് സാലഡായിരുന്നു. പച്ചക്കറി തക്കാളി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി ദമ്മീന്ന് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡെല്ലാം പിള്ളേർക്കെല്ലാം കൊടുത്തു, ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് നേരം മക്കളെയൊക്കെ കെട്ടി ഉറക്കി വൈകിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ചുറ്റും ഒരുപാട് കുട്ടികളുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് വൈകിട്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് എല്ലാവരും കൂടി കളിക്കാൻ ഇറങ്ങിയതാണ്. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആളാണിത്. കളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഞാനിന്ന് വൈകിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോകാമെന്ന് കരുതി പെരുമ്പാവൂർ ഫെസ്റ്റിന്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി പെരുമ്പാവൂരിനടുത്ത് മുടിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഉള്ള ഒരു പുതിയൊരു പള്ളിയാണിത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാട്ടത്. പെരുമ്പാവൂരുകാരുടെ താജ്മഹലാണ് ഈ പള്ളി. അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ ഫെസ്റ്റിന് എത്തിക്കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്ററൊക്കെ ദൂരമുള്ളൂ. അപ്പോൾ ഇതാണ് സ്ഥലം. സനയുടെ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളുടെ നൈബർ കുട്ടിയും കൂടി ഉണ്ട്. ടിക്കറ്റ് എല്ലാം എടുത്ത് അകത്തേക്ക് കയറാണ്. ആരും ആദ്യം തന്നെ ഓടി, അതേപോലെ തന്നെ തിരിച്ചു വന്നു. പുലിയെ കണ്ടപ്പോൾ ആലിന് ശരിക്കും ഒന്ന് പേടിച്ചിട്ട് പോയിട്ടുണ്ട്. ആളെന്ത് ചെയ്താൽ വരില്ല ഞങ്ങളുടെ കൂടെ, പേടിച്ച് മാറി നിൽക്കായിരുന്നു. പിന്നെ പതുക്കെ ശരിയായി. അപ്പോൾ സൗണ്ടും പുലിയെല്ലാം കണ്ടപ്പോൾ ആളെ ശരിക്കും പേടിച്ചുപോയി. അതുപോലെ പല മൃഗങ്ങളുടെയും രൂപങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് അത് അനങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സൗണ്ടും ലൈറ്റും അതിൻ്റെ ശബ്ദവും എല്ലാം കൂടി കണ്ടപ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു സൂവിൽ പോയ പ്രതീതിയായിരുന്നു. അവരെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും അവിടെ പോയാൽ.
പല പല രൂപങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സനക്ക് കൂട്ടുകാരിനെ കിട്ടിയപ്പോൾ പിന്നെ സനമോളെ ഹാപ്പിയാണ്. പുലിമുരുകനാണ് മെയിൻ കഥാപാത്രം. പാലും ഇപ്പം ഹാപ്പി ആയിട്ടുണ്ട്, പേടിയെല്ലാം മാറി. പിന്നെ ഇതുപോലെ കുറെ റൈഡുകളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെല്ലാം കയറി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.